ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലുള്ള യൂസ് ചെയ്യാതെ കിടക്കുന്ന ഫ്രൈ പാൻ, അതായത് ചീത്തായത്, ഇത് വെച്ച് 3 കിടിലൻ ഐഡിയാസ് കാണിക്കുന്നുണ്ട്. അതെന്തൊക്കെയെന്ന് അറിയേണ്ടത്, വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫ്രൈ പാന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അക്രിലിക് കളർ വൈറ്റ് ആണ്. ഇത് സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരു പീസ് സ്പോഞ്ച് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്പോഞ്ച് ഇല്ലെങ്കിലും ബ്രഷ് യൂസ് ചെയ്യുക. അപ്പോൾ സ്പോഞ്ച് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഈസിയാണ് ചെയ്യാൻ, അതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്ന പോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കോട്ട് പെയിൻറ്റ് ചെയ്താലൊന്നും അത്ര ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 2-3 കോട്ടൊക്കെ ചെയ്താലാണ് കറക്റ്റ് ഫിനിഷിംഗ് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾ പെയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് സെക്കൻഡ് കോട്ട് പെയിൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 3 കോട്ട് പെയിൻറ്റെങ്കിലും ചെയ്യുക, എന്നാലും നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഭാഗം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് 2-3 കോട്ട് പെയിൻറ്റൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ 3 കോട്ട് പെയിൻറ്റൊക്കെ ചെയ്തു. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല വൈറ്റ് കളറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പിങ്ക് കളറാണ്. ഇനി അത് സ്പോഞ്ച് വെച്ച് ജസ്റ്റ് ഈ സൈഡ് ഭാഗമൊക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പിങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സൈഡ് ഭാഗം മാത്രം ചെയ്താൽ മതി. അങ്ങനെ സൈഡ് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പിങ്കൊക്കെ കൊടുത്തു. പിന്നെ ഹാൻഡിൽ ഭാഗമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഹാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പിങ്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ അതേപോലെ ഞാനിവിടെ പിങ്ക് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും പിങ്ക് കൊടുക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക. അതായത് ബ്ലൂ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും, അതേപോലെ യെല്ലോ ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡൊക്കെ കൊടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കളറിനോടായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ ആ ഒരു കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പിങ്ക് സെലക്ട് ചെയ്ത് അത്രയേ ഉള്ളൂ. അങ്ങനെ പിങ്കൊക്കെ കൊടുത്തു. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വാട്ടർ ട്രാൻസ്ഫർ ഷീറ്റാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ റിവ്യൂ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുള്ള ബോറടിപ്പിക്കണില്ല. അങ്ങനെ ഞാൻ ഇതാ ഈ ഒരു സ്റ്റിക്കറില്ലേ, ഇതിൽ നിന്നൊരു പീസ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഒരു ട്രാൻസ്പറൻറ്റ് ഷീറ്റ് ഞാൻ ഇങ്ങോട്ട് റിമൂവ് ചെയ്യാണ്. അത് ഇതാ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യാണ്. ഇനി ഒരു നനവുള്ള സ്പോഞ്ച് എടുത്ത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇവിടെ കാണിക്കണ പോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഈ ഒരു ഡിസൈൻ ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാ ഈ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതാ ഈ കട്ട് ചെയ്ത സ്റ്റിക്കർ ഇപ്പോൾ നമ്മൾ ചെയ്തില്ല, അതേപോലെ തന്നെ അതാ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഡിസൈനും ഇതിലിപ്പോൾ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാ ഈ ഒരു സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കുകയാണ്. അതും ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ 3 ഡിസൈൻ ഇപ്പോൾ ഒന്നിച്ച് വന്നപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലും കോഡ്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മളിത് കിച്ചണിൽ വെക്കുന്നതുകൊണ്ട് കിച്ചണിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോഡ്സാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എഴുതിയത് കുക്കിംഗ് വിത്ത് ലവ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എന്താ ഇഷ്ടപ്പെട്ടത് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, ഫസ്റ്റ് ആയിട്ടാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ളവർക്ക് നല്ല നീറ്റായിട്ട് എഴുതിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ, നല്ല ഭംഗിയില്ലേ? ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോൾ ഞാനിത് ഹാങ് ചെയ്തിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ കിച്ചൻ്റെ ഒരു വാളിൽ ഹാങ് ചെയ്തിട്ടാൽ കാണാൻ നല്ല ഭംഗിയാണ്, അതായത് നല്ലൊരു ഷോ പീസാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് കാണാൻ, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക, അതായത് ചീത്തയായ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു ഷോ പീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിങ്കിനെ വേണമെന്നൊന്നുമില്ല, പിങ്ക് നല്ലൊരു കളറാണ്. നിങ്ങൾക്ക് ബ്ലൂ ഏത് കളർ യൂസ് ചെയ്യാം. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി അടുത്ത ഐഡിയ ചെയ്യുന്നതിന് വേണ്ടി ഞാനിത് ഹാൻഡിൽ പോലും ഇല്ലാത്തൊരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് അങ്ങനെ ചെയ്യാനുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഞാനൊരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ പ്രശ്നമില്ല, സാധാരണ A4 ഷീറ്റ് ആയാലും മതി. അതായത് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ ആയിരിക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരു ഗ്ലിറ്റർ പേപ്പറോ അല്ലെങ്കിൽ A4 ഷീറ്റ്, കുറച്ച് കട്ടിയുള്ള A4 ഷീറ്റ് എന്തെങ്കിലും എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. കണ്ടോ, ഞാൻ കോമ്പസ് വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലിറ്റർ പേപ്പർ ഗമ്മുള്ള ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഞാനിത് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഗമ്മില്ലാത്തതാണെങ്കിൽ സാധാരണ ഗം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതാ ഈ ഫ്രൈ പാൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റിക്കായിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനിതവിടെ കയറെടുത്തിട്ടുണ്ട്. അപ്പോൾ കയറെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള കയറെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ പ്ലാസ്റ്റിക് കയറൊന്നും അത്ര ഭംഗി ഉണ്ടാവില്ല, ഇതാണ് കൂടുതൽ ഭംഗി. അപ്പോൾ ഇതുപോലെയുള്ള കയറെടുക്കുക. എന്നിട്ട് ഞാനിത് ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. ഗ്ലൂ മീൻസ്
ഹോട്ട് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ എടുക്കുക കേട്ടോ, അതാണ് സ്റ്റിക്ക് ആവുള്ളൂ. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണേ. കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. വീണ്ടും ഈ കയറിങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെ ഇത് റൗണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഒരു ലെയർ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തുകൊണ്ടേ പോവുക. ഇപ്പോൾ ഒരു 2-3 ലെയർ കയറ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാന് കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കാണിച്ചു തരാം. ഫ്രൈ പാന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കയർ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഭയങ്കര ബോറായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, ഒരു ഐഡിയ ഉണ്ട്. ഈ കയർ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് റോൾ ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെയും കയറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ അത്ര ഒരു ഭംഗി വരുന്നില്ലല്ലേ. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഐഡിയ വന്ന്, അതായത് ഞാനിത് ഒരു 5 പീസ് കയറെടുത്തിട്ടുണ്ട്, ചെറിയ പീസാണ്. എന്നിട്ട് ഓരോ പീസ് എടുത്തിട്ട് കണ്ടോ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതുപോലെ ഇരിക്കും. അങ്ങനെ ഈ 5 പീസ് ഞാൻ ചെയ്യാണ്. അങ്ങനെ ഈ ഒരു 5 പീസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാനിതൊരു ഷോ ബട്ടൺ എടുത്തിട്ടുണ്ട്, അതായത് സ്റ്റോണൊക്കെ ഉള്ള ടൈപ്പാണ്. ഇനിയിപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ എന്ത് ടൈപ്പാണുള്ളത് അതെടുത്തോളൂ, പ്രശ്നമില്ല. എന്നിട്ട് ഇതിൻ്റെ പിറകു വശത്തായിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം ഓരോ പീസ് എടുത്തിട്ട് ഇവിടെ കാണിക്കണ പോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. പിന്നെ ഈ പുറത്തേക്ക് നിൽക്കണ ഈ നൂലൊക്കെ കണ്ടോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഇനി ഇതാ നേരത്തെ നമുക്ക് ബോറായി തോന്നിയ ഒരു ഭാഗമില്ലേ, അവിടെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതെങ്ങനെയുണ്ട് കാണാൻ, നല്ല ഭംഗിയായില്ലേ, അടിപൊളിയില്ലേ. ഇനി ഇവിടെ ഞാനൊരു 3 ഹൂക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫാൻസി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാനിതവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹൂക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി അടുത്തത് ഞാനൊരു പീസ് കയറെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസാണ്. അത് ഇതാ ഈ ഒരു പാൻ്റെ പിറകു വശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ കുറച്ചധികം അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കയറ് കുറച്ച് നീളത്തിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതൊരിക്കലും പോരില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഇരിക്കും. ഇനി ഇത് ഞാൻ വോളിൽ ഹാങ് ചെയ്തിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഹൂക്കൊന്നും സ്റ്റിക്ക് ചെയ്യാതെ തന്നെ വോളിൽ ഞാൻ ചുമ്മാ ഹാങ് ചെയ്തിട്ടാലും കാണാൻ നല്ല ഭംഗിയാണ്. കാരണം നല്ലൊരു ഷോ പീസായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഞാനിതിൽ ഹൂക്ക് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കീ ഒക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് രീതിയിലും ഇത് ഹാങ് ചെയ്തിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ തീർച്ചയായിട്ടും ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ഐഡിയ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഞാനൊരു ചീത്തായ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അക്രിലിക് പെയിൻ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ റെഡ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് 2 കോട്ട് പെയിൻ്റൊക്കെ ചെയ്തെടുത്തു. ഇപ്പോൾ ഇങ്ങനെയുണ്ട് ഇത് കാണാൻ, നല്ല വൃത്തിയായിട്ടില്ലേ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളർ ഗ്ലിറ്റർ പേപ്പറാണ്. അപ്പോൾ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഇത് എവിടെ കിട്ടുന്നത്, ഈ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഈ പാൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പാൻ ഇങ്ങോട്ട് മറച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റാക്കി വെച്ചെടുക്കുക. എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിത് ഫുൾ റൗണ്ടായിട്ട് വരക്കണില്ല. കണ്ടില്ല, ഇവിടെ വെച്ചത് ഹാഫ് ഭാഗം വെച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഹാഫ് റൗണ്ട് വരക്കണുള്ളൂ. അപ്പോൾ ഇവിടെ കാണിക്കണ പോലെ ഹാഫ് റൗണ്ട് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ വരച്ചത് ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ വരച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു റൗണ്ട് കൂടി വരയ്ക്കുക. ഇവിടെ കാണിക്കണ പോലെ ഒരു റൗണ്ട് കൂടി വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത് വരച്ച റൗണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഫസ്റ്റ് വരച്ച റൗണ്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ല കട്ട് ചെയ്ത പീസ്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ വീണ്ടും പാൻ വെക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം
ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കാ ഭാഗമാണ് ഇപ്രാവശ്യം വെക്കുന്നത്. നേരത്തെ നമ്മൾ ഹാഫ് ഭാഗമാണ് വെച്ചത്, ഇപ്പോൾ കാ ഭാഗം വെച്ച് കൊടുക്കണേ ഉള്ളൂ. എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വേണം വരയ്ക്കേണ്ടത്. ഇനി ചെയ്യേണ്ടത് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. കണ്ടോ, സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്. പിന്നെ അതൊരിക്കലും മാറിപ്പോകരുത് കേട്ടോ. കണ്ടില്ലേ, അടിവശത്തേക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലും മോൾ വശത്തേക്കാണ് സ്ട്രെയിറ്റ് ലൈനിൽ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. കാരണം കണ്ടത് കട്ട് ചെയ്യുന്നത് ഞാൻ ഉൾവശത്തു നിന്നാണ്. ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, കണ്ടില്ലേ. ഇനി ഇതുപോലെയുള്ളൊരു കവർ എടുക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഗ്ലാസ് പേപ്പർ കയ്യിലുള്ളവരാണെങ്കിൽ അതെടുത്തോളൂ. എൻ്റെ കയ്യിൽ ഗ്ലാസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു കവർ എടുത്തിട്ട് അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഞാൻ കട്ട് ചെയ്തെടുത്ത പീസ് ഇതാണ്. ഇനി ഡിസൈൻ ചെയ്ത് വെച്ചാൽ ഈ ഗ്ലിറ്റർ പേപ്പറില്ലേ, അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കവറിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. കണ്ടോ, ഞാൻ വെച്ചെടുത്തത്. എന്നിട്ട് ഇവിടെ ഒരു റൗണ്ട് വരച്ചത് കാണുന്ന കണ്ടില്ല, ഒരു ലൈന്. ആ ലൈന് ഈ കവറിൻ്റെ മുകളിലേക്ക് വരയ്ക്കാം. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്കർ യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള മാർക്കർ വെച്ചിട്ട് വരയ്ക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കെച്ച് കളറായാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ സ്കെച്ച് കളർ കൊണ്ട് വരച്ച് കാണിച്ചു തരാം. കണ്ടോ, ഈ കവറിൻ്റെ മുകളിൽ ഈ റൗണ്ട് വരച്ചെടുക്കുക. ഇതുപോലെ വരയ്ക്കുക. ഇനി ഈ വരച്ച റൗണ്ട് കവറിൽ ഞാൻ കട്ട് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആവുന്നുണ്ടാവില്ല വരച്ചതല്ലേ. ഇനി ഞാൻ എന്താ ഈ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഈ കവറിൻ്റെ അടിവശം ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഗ്ലിറ്റർ പേപ്പറില്ലേ, ഇതിൻ്റെ അടിവശത്തുള്ള ഈ സ്റ്റിക്കർ ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെ ഗമ്മുള്ള ഗ്ലിറ്റർ പേപ്പറാണ്. പിന്നെ ഈ ഗമ്മില്ലാത്ത ഗ്ലിറ്റർ പേപ്പറും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിക്കറൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഗമ്മുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗമ്മില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, തീർച്ചയായിട്ടും. ഇനി കട്ട് ചെയ്ത് വെച്ചാൽ ഈ റൗണ്ട് ഷേപ്പിലുള്ള കവറില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ വെച്ചെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഒരു ഏരിയയിലുമായിട്ട് വേണം ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് നിൽക്കേണ്ടത്. കണ്ടോ, നമ്മൾ ഇവിടെ ആണല്ലോ വരച്ച് കട്ട് ചെയ്തത്. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ വേണം വെച്ചെടുക്കേണ്ടത്. ഒരിക്കലും അടിവശം വരെ വെച്ചെടുക്കരുത് കേട്ടോ. കണ്ടില്ല, ഇവിടെ കാണിക്കണ പോലെ തന്നെ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ പാന് വെച്ചെടുക്കുക. അതായത് ഫസ്റ്റ് വരച്ച റൗണ്ടില്ലേ, അതിൻ്റെ മുകളിലായിട്ട് വേണം വെച്ചെടുക്കേണ്ടത്. കറക്റ്റാക്കി വെച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ബാലൻസ് കാണുന്ന ഭാഗം കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ഗമ്മുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിക്ക് ചെയ്യേണ്ടത്. കണ്ടോ, അങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുക. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കവർ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് വരച്ച റൗണ്ട് വരെ സ്റ്റിക്ക് ചെയ്യാവും. ഒരിക്കലും ഈ ഭാഗത്തേക്ക് സ്റ്റിക്ക് ചെയ്യരുത് കേട്ടോ. അങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഗമ്മുണ്ടാവില്ല. അപ്പോൾ അത് വളരെ കെയർ ചെയ്തിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഗമ്മില്ലാത്ത ഗ്ലിറ്റർ പേപ്പർ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഗം അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിങ്ങോട്ട് മറിക്കുകയാണ്. കണ്ടോ, ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന കവർ കണ്ടില്ലേ, അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക. അതിനുശേഷം കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ എക്സ്ട്രാ വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇനി ചെയ്യേണ്ടത്, ബാലൻസ് വന്ന ഗ്ലിറ്റർ പേപ്പറില്ലേ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് വെറുതെ ഒന്നും ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ഭാഗത്ത് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം സ്റ്റിക്ക് ചെയ്തു. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടില്ല, ഈ ഒരു ഗ്യാപ്പിലും കൂടി ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പീസും കൂടി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പും കൂടി ഞാൻ ഫില്ല് ചെയ്യണം.
എൻ്റെ കയ്യിൽ കുറച്ച് റോസ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇവിടെ സ്റ്റിക്ക് ചെയ്യാന്ന്. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയൊക്കെ കിട്ടുമല്ലോ. ഇനി ഇതൊന്നും കയ്യിലില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെ കയ്യിൽ എന്താണുള്ളത്, അതായത് നല്ല ഭംഗിയുള്ള സ്റ്റോണോ അല്ലെങ്കിൽ ബട്ടൺസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്താൽ മതി. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ആണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവുമല്ലോ. ഇല്ലെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യുക, കുറച്ച് ടൈം പിടിക്കും ഡ്രൈ ആവാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്ലവറൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ലുക്ക് തന്നെ മാറി. കണ്ടോ, നല്ല ഭംഗിയായില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലൊരു ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒന്നും കൂടി മോഡിഫൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്നും കയ്യിലില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനൊന്ന് ഭംഗി കൂട്ടിയെടുക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്തോളൂ. ഇല്ല എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ലേസൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ഭംഗി ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് തന്നെ ഡിസൈൻ ചെയ്യാണ്. ഇനി ഇതവിടെ രണ്ട് കണ്ട ഒരു ജോയിൻറ്റ് പോലെ കാണുന്നുണ്ടില്ലേ. അപ്പോൾ അതും കൂടി ഒന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ അവിടെ ഫ്ലവർ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. കണ്ടോ, ഇവിടെ ഞാനൊരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. അടുത്തത് ഇവിടെ ഒരു ഫ്ലവർ വെച്ച് കൊടുത്തു. അപ്പോൾ ഫ്ലവറൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ലുക്ക് മൊത്തത്തിൽ അങ്ങ് മാറി. നല്ല ഭംഗിയില്ല ഇപ്പോൾ കാണാൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തിനാ പറ്റുകയെന്ന് അല്ലേ. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് വാളിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ചുമ്മാ അങ്ങനെ വാളിൽ ഹാങ് ചെയ്തിട്ടാലും കാണാൻ ഭംഗിയാണ്. പക്ഷേ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം വേണ്ട പേപ്പേഴ്സ്, പിന്നെ അതുപോലെ ഗ്യാസിൻ്റെ ബുക്ക്, കേബിളിൻ്റെ ബുക്ക്, ഇതൊക്കെ ഇട്ട് വെക്കാനാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും എന്താണ് വേണ്ടത് അതൊക്കെ ഇതിലിട്ട് വെക്കുക. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. പിന്നെ ഞാൻ കുറച്ച് കളർഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റെഡും ഗോൾഡൻ ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇത്ര കളറൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡിലൊക്കെ ചെയ്താലും ഭംഗിയാണ്. അതായത് നിങ്ങളെ ഫർണിച്ചറിൻ്റെ കളറിലൊക്കെ ചെയ്ത് വെച്ചാലും മതി, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് കളറും സെലക്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് യൂസ് ചെയ്യാതെ കിടക്കുന്ന ഫ്രൈ പാൻ, അതായത് ചീത്തയായ ഫ്രൈ പാൻ വെച്ച് 3 ഐഡിയാസാണ് കാണിച്ചിട്ടുള്ളത്. അത് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.